അപ്പോഴേ എല്ലാ ദിവസവും ഞായറാഴ്ച ഞങ്ങൾ പഴങ്കഞ്ഞിയാണ് കഴിക്കാറ് കേട്ടോ. കാരണം എല്ലാവർക്കും അവധിയുള്ള ദിവസമല്ലേ. പക്ഷേ ഇന്ന് പഴങ്കഞ്ഞി ഇല്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ കഴിക്കാനായിട്ട് ചൂട് കഞ്ഞി നാരങ്ങ അച്ചാറുമായിരുന്നു. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ജോലിയൊക്കെ നീങ്ങാൻ വളരെ പാടാണ്. എന്താ ചെയ്യാനാ, ഇന്നും ആർക്കെങ്കിലും പോകണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം നാളെ സ്കൂളൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ഞാൻ സ്കൂളുള്ള ദിവസം ഈ അരി ഉഴുന്നൊക്കെ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് രാവിലെ നടക്കുമല്ലോ. പിന്നെ ഇന്ന് മീൻ കിട്ടിയേക്കുന്നത് കൊച്ചുമത്തി അയിലയായിരുന്നു. മത്തി മേടിച്ചേക്കുന്നത് നമ്മുടെ മിക്കുവിനും കുടുംബത്തിനും വേണ്ടിയിട്ടോ. അയില ഞങ്ങൾക്ക് അതിനകത്ത് കുറച്ച് നന്ദലുണ്ടായിരുന്നു കേട്ടോ. നന്ദല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിനേഷം മെനക്കെടാൻ വയ്യ. എന്തായാലും അതെല്ലാം കുറേ വെട്ടിയെടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഞാനിവിടെ എല്ലാം സിമ്പിൾ കറികളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഞാനൊരു തേങ്ങ അരച്ച ഒഴിച്ചറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങയ്ക്കകത്തോട്ട് ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് ശകലം പുളി കേട്ടോ. പുളി തോനെ നിന്നാൽ കൊള്ളത്തില്ല. ശകലം പുളി 2-3 കൂട്ടം ഉള്ളിയായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് ഈ അരച്ച തേങ്ങയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഒരു ചെറിയ മണം വരും കേട്ടോ. അതുവരെ ഇതൊന്ന് ചെറിയ തീയിലത് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കുറേ കരിവേപ്പില ചേർക്കണം കേട്ടോ. കരിവേപ്പില ഇടുന്നത് അതാണ് ഇതിനൊരു ടേസ്റ്റ് അറിയുന്നത്. നല്ല സൂപ്പർ കറി കേട്ടോ, നല്ല രസമായി. ഇതിങ്ങനെ നന്നായിട്ട് പുളിശ്ശേരി ചൂടാക്കി. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ കറികളൊക്കെ ആയിട്ട് എൻ്റെ ചാനലിൽ ദയവായി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്.